ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സോൺ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അനിയൻ്റെ വൈഫിൻ്റെ ഡെലിവറിയാണ്. നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് വന്നതാണ്. ഡെലിവറി ടൈം ആയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലോട്ട് വന്നതാണ്. അപ്പം ഞാനും അപ്പൂസും വൈഫും ഉണ്ട്, കൂടെ ഉമ്മായും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് ഒരു 3-4 മണിക്കൂറോളമായി. എന്നിട്ടും ഈ പറഞ്ഞ പോലെ അന്ന് ഡെലിവറി നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. അന്ന് ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. വണ്ടി അവിടെ ഇട്ടിട്ട് ബസ്സിനാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. അനിയൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ അവൻ്റെ ഉറക്കവും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല, കൊതുകും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് കിടക്കാനും കൂടെയാണ് അവിടെ വണ്ടി ഇട്ടേച്ചത്. പിന്നെ നാളെ ആയാലും എന്തായാലും ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ബസ്സിൽ വരാമെന്നുള്ള ഇതിലാണ് ഞാനും അപ്പൂസും ഉമ്മായും വൈഫും കൂടെ ബസ്സിൽ പോയത് വീട്ടിലോട്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് പതിവ് പോലെ വെളുപ്പിന് എനിക്ക് ഓട്ടം ഉണ്ട്. അപ്പോൾ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 2:50 അങ്ങോട്ടായി. അപ്പം അതെല്ലാം ഓട്ടോ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്ന്. അപ്പം എവിടെ പോവാണ്? ആശുപത്രി ആരെ കാണാൻ പോവാ? അപ്പം ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാര്യം നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇപ്പം നമ്മുടെ കൺമുന്നിൽ എത്താൻ പോവാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു സന്തോഷവും ഇതും നമുക്കുണ്ട്. ഉമ്മയൊക്കെ നല്ല വെപ്രാളം പിടിച്ചിരിക്കുകയാണെന്ന് ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. വണ്ടി അവിടെ ആയതുകൊണ്ട് നമുക്ക് ബസ്സിൽ പോകാനേ നടക്കത്തുള്ളൂ. അപ്പോൾ ബസ്സിലോട്ട് പോകാനായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറോളം പിടിക്കും ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. അപ്പം ഇനി അതിൻ്റെ ഇടയ്ക്ക് വരെ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയത്തില്ല. അപ്പം നമ്മൾ ഏതായാലും ബസ്സിലൊക്കെ കയറി നമ്മൾ ഒരു പകുതിയോളം എത്തി. അപ്പം അപ്പൂസൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുവാണ്. ഞാനും കുഞ്ഞിൽ ബസ്സിൻ്റെ ഫ്രണ്ടിലിരിക്കത്തുള്ളായിരുന്നു. കാര്യം എനിക്ക് വണ്ടി ഓടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൂടുതലും ഞാനും ഡ്രൈവിങ് പഠിച്ചെടുത്തത് ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് തന്നെയാണ്. അപ്പം എന്നിരുന്നാലും വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഉള്ള യാത്ര നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിനകത്തോട്ട് പോകാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ അടുത്ത് ലേബർ റൂമിലോട്ട് കയറ്റിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും വെളിയിൽ വെയിറ്റിംഗ് ആണ്. പിള്ളേരൊക്കെ അലമ്പ് കാരണം ഫോണൊക്കെ കൊടുത്ത് ഒതുക്കി ഇരുത്തിയിരിക്കുവാണ്. അപ്പം പ്രസവിച്ചെന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ എൻ്റെ വാതിക്കൽ നിൽക്കുവാണ് കുഞ്ഞിനെ കാണാനായിട്ട്. അപ്പോൾ അത് അകത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ ഞാനും പോയി. അപ്പം നമ്മുടെ ചെറുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂസ് നമ്മുടെ കുഞ്ഞാവനെ നോക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാവ ഉറക്കമാണ്. അവൻ വന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ രണ്ടാമത് കൊണ്ട് കാണിച്ചപ്പം അവൻ്റെ കുഞ്ഞാവ് നല്ല ഉറക്കമാണ്. കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുത്തിവയ്പ്പും കാര്യങ്ങളും ബ്ലഡ് എടുക്കലൊക്കെയാണ്. അപ്പോൾ കുഞ്ഞാവ നല്ല ഉറക്കമാണ്. അപ്പോൾ വാപ്പ വന്ന് കുഞ്ഞാവനെ കാണാനായിട്ട് അങ്ങനെ ഇറക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ലോഗായിട്ട് നാളെ കാണാം.